ഇന്തോനേഷ്യയുടെ ഏറ്റവും വടക്കു ഭാഗം എന്നറിയപ്പെടുന്നത് അവരുടെ മെയിൻ ലാൻഡിൽ നിന്നും 38 കിലോമീറ്ററോളം ദൂരത്തിൽ കിടക്കുന്ന സബാങ് എന്നറിയപ്പെടുന്ന ഒരു ചെറുദ്വീപാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും മലാക്ക സ്ട്രെയ്റ്റിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ ഏരിയയിലുള്ള ഒരു ദ്വീപ്. മറ്റൊരു പ്രത്യേകത, നമ്മളുടെ ഇന്ത്യയിൽ നിന്നും അവിടേക്ക് വെറും 150 കിലോമീറ്ററോളം മാത്രമേ ദൂരമുള്ളൂ. ആ ഒരു നാടിൻ്റെ ഏറ്റവും നോർത്ത് പൊസിഷനിലുള്ള 0 പോയിന്റിലേക്ക് നടക്കാനിറങ്ങിയതാണ് നമ്മൾ. കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ച അതേ സ്ഥലത്ത് നിന്ന് തന്നെ ഞാൻ വീണ്ടും നമ്മളുടെ യാത്ര പുനരാരംഭിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, റോഡ് സൈഡൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ നോക്കി നിങ്ങൾ, നല്ല ഇവിടെ വേസ്റ്റ് ഒന്നും വലിച്ചെറിഞ്ഞിട്ടില്ല, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇവരുടെ ഒരു മെയിൻ ഹൈവേ ആണ് ഈ ഒരു കാണുന്നത്. അപ്പോൾ ആ ഒരു മെയിൻ ഹൈവേ വഴി മുൻപോട്ടേക്ക് നടക്കുകയാണ്. ഇനി എങ്ങനെയാണ് എന്നൊന്നും പ്രത്യേകിച്ച് ഒരു ഐഡിയയും ഇല്ലാതെ ഇനിയിപ്പോൾ നമ്മളുടെ മുമ്പിലേക്ക് വന്നു ചേരുന്ന കാഴ്ചകൾക്കും ആ ഒരു അനിശ്ചിതത്വം ഉണ്ടാവും കേട്ടോ. നമ്മളങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് സബാങ് ഐലൻഡിനെ. ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇന്ദിരാ പോയിൻറ്റിനോട് ചേർന്നിട്ടുള്ള സബാങ് ഐലൻഡ്. റോഡിന് സൈഡിൽ വീടിനോട് ചേർന്ന് പുറംഭാഗമൊക്കെ നോക്കി നിങ്ങൾ കാട് പിടിച്ച് കിടക്കുകയൊന്നുമല്ല. ഇവർ പുല്ലൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി സെറ്റാക്കി വെച്ചേക്കുകയാണ്. ഒരു റിസോർട്ടിലെ റോഡ് പോലെ തന്നെയുള്ള വഴികൾ. ഇതെന്തായാലും നമ്മൾ തകർക്കും. പിന്നെ അതുകൂടാതെ ഉണ്ടല്ലോ, അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ദൂരെയൊന്നുമല്ല, കുറച്ചടുത്ത് തന്നെയാണ് മലനിരകളൊക്കെ കാണാൻ കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വരുമ്പോൾ നിങ്ങളെ കാണിച്ചിരുന്നു. ഇവിടെ മലയും കടലും ഒക്കെ അടുത്തടുത്താണ്. ചെറിയ ദൂരത്തിലുള്ള ഒരു ഐലൻഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ പിന്നെ റോഡ് സൈഡിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ നാട്ടിലെ ശീമക്കൊന്നയില്ലേ, ശീമക്കൊന്ന പോലെ ഇവിടെ നട്ടേക്കുന്ന വേറെ ഏതോ കൊന്നയാണ് കേട്ടോ. ഇത് ശീമക്കൊന്നയല്ല. ഇത് കൊള്ളാലോ, കുറച്ചും കൂടി ശീമക്കൊന്നേക്കാളും സ്ട്രോങ് ആയി നിൽക്കുന്നത് പോലെയും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. തട്ടിയൊക്കെ അത്യാവശ്യം കൊള്ളാം. മുറ്റ റോഡിലൂടെ ഉണ്ടല്ലോ, വലിയ ജാഥ പോലെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നതേ ഇപ്പോൾ വേറെ ഏതൊരു ഫെറി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഫെറിയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കണം. കാരണം ഇവിടെ ഇങ്ങനെ യാത്ര പോകാനായിട്ട് അല്ലെങ്കിൽ ആളുകൾ കൂട്ടത്തോടെ വന്നിറങ്ങുന്നത് മെയിൻ ലാൻഡിൽ നിന്നും ഇവിടെ ഫെറി കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ആർക്കും അങ്ങനെ വരാനൊന്നുമില്ല. കാരണം ഇത് വളരെ ചെറിയ ഐലൻഡാണ്. നടന്ന് നമ്മളങ്ങനെ, ഇത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണോ അതോ മിലിറ്ററിയുടെ ആണോ എന്നറിയില്ല. മിലിറ്ററിയുടെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട്. ആ മിലിറ്ററി തന്നെ ആയിരിക്കണം. ഒരു ക്യാമ്പല്ല നമ്മളിവിടെ കാണുന്നുണ്ട്. കൊറാമിൽ. ഈ ഒരു നമ്മൾ മുമ്പ് നടന്നു വന്ന ആ ഒരു ടൗണിൻ്റെ പേരും കൊറാമിൽ എന്ന് തന്നെയായിരുന്നു. ഇവിടെ എത്തുമ്പോഴത്തേക്ക് റോഡ് 4 തിരിയുന്നുണ്ട്. 1, 2, 3 3 തിരിയുന്നുണ്ട്. ഇത് എങ്ങോട്ട് പോകുമോ എന്തോ. ഇവിടെ ഈ ഒരു ജംഗ്ഷനിലും നമുക്ക് ചെറിയ ഷോപ്പുകളൊക്കെ കാണാം. അങ്ങോട്ടേക്ക് ഒരു മല കയറാനുള്ള വഴിയാണ്. ഇതുണ്ടോ, മല കയറുന്ന വഴിയാണ്. അതുകൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കുമ്പോൾ ഇവിടെയും മറ്റൊരു മല കയറാൻ വേണ്ടി പോകുന്ന വഴിയാണ്. നമുക്ക് പോകേണ്ട വഴി ഇതുവഴി തന്നെ അങ്ങോട്ട് നടക്കാം. അവിടെ നിന്ന് ആര് ചേച്ചി കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അന്നേരം ഇപ്പോൾ നമ്മളുടെ നാട്, ഞാൻ ഇന്ത്യയിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അവരുടെ ഭാഷയിലാണ് ചോദിച്ചത്. അപ്പോൾ പിന്നെ അവർക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ അവിടെയും ഒരു ഷോപ്പുണ്ട്. ഇവിടെയുള്ള ഷോപ്പുകളിൽ പ്രത്യേകിച്ച് നമ്മൾ ഇന്തോനേഷ്യയിൽ വന്നതിന് ശേഷം നിങ്ങൾക്കറിയാം, എല്ലാ ഷോപ്പിലും തന്നെ ലേഡീസാണ് കേട്ടോ ഉള്ളത്. സ്ത്രീജനങ്ങളാണ് ഇവിടെ മുൻപന്തിയിലുള്ളത് എല്ലാത്തിലും. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു മതിലുണ്ടാക്കുന്ന സാധനം, അത് കുറച്ച് മുറ്റായി കഴിയുമ്പോഴത്തേക്കും വലിയ മരം പോലെ ആവുന്നുണ്ട്. ഇവിടെ ഇതാണ് ഈ നാടിൻ്റെ തെങ്ങുംതോപ്പ് കേട്ടോ. കണ്ടില്ലേ, കടലുമായിട്ട് ചേർന്ന സ്ഥലത്ത് എന്തായാലും ഒരു തെങ്ങുംതോപ്പ് ഉണ്ടാവും. തേങ്ങയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തേങ്ങയാണ്. മണ്ടരി ഒന്നും കാണാനില്ല. നോക്കി നിങ്ങൾ, മണ്ടരി ഉണ്ടോ? ഇല്ലല്ലോ. നടന്ന് നമ്മൾ അടുത്ത ഒരു കവലക്കിലേക്ക് എത്തി. ഇത് കുറച്ചും കൂടി വലുതാണ്. ഇവിടെ കുറച്ചധികം കടകളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ആൾതാമസമൊക്കെ ഉള്ള ഏരിയകളാണ് കേട്ടോ. കട, ഷോപ്പ്, വണ്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട്. ഡു യു നോ ഇംഗ്ലീഷ്? ഇംഗ്ലീഷ്? നോ. വാട്ട്സ് യുവർ നെയിം? നെയിം നമ. ഞാൻ നടക്കുന്ന വഴിയിൽ എനിക്ക് കൂട്ടിന് കിട്ടിയ ഒരാളാണ് കേട്ടോ. പക്ഷെ അറിയില്ല, പക്ഷേങ്കിൽ കൂടെയുള്ള നടക്കാണ്ടാവുന്നത് നല്ലതാ. വെർ ഈസ് യുവർ ഹോം? ഹോം മന. വീട് 2 കൈ ഉണ്ടെങ്കിലേ മന കാണിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ആൾക്കാർ ഇങ്ങോട്ട് വന്നും മിണ്ടുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഭാഷ അറിയത്തില്ലെങ്കിലും. വിച്ച് ക്ലാസ്? സ്കൂൾ? സ്കൂൾ? നോ സ്കൂൾ? നോ സ്കൂൾ? സ്കൂൾ? സ്കോള. ഇന്ത്യ. സക്കിയ എന്നാണ് കേട്ടോ പേര്. ഇവിടെ പേരിന് പറയുന്നത് നമ എന്നാണ് കേട്ടോ. നമ നെയിം സക്കിയ. ഓക്കെ. ഇന്ന് ലീവാണ് എന്ന് തോന്നുന്നു. അന്നാണ് ഞാൻ ഊഹിച്ചെടുത്തത്. എന്തായാലും കടയിൽ സാധനങ്ങൾ മുട്ട വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉള്ളപ്പോൾ നമ്മൾ എന്തിനു പേടിക്കണം?
ഇതാ അവിടെയായിട്ടാണ് വീടുള്ളത് എന്ന് പറഞ്ഞു. സ്കൂൾ ഇന്ന് ലീവാണത്രേ. ഐ വിൽ വാക്ക്. നോ പ്രോബ്ലം. ആ കൊച്ചിൻ്റെ ആരോ അമ്മയാണോ ആരാണെന്ന് എനിക്കറിയില്ല, ആരോ വന്ന് കൂട്ടിക്കൊണ്ട് പോയി. അവർ ഇപ്പം വന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്നോട് അവർ പറഞ്ഞത് ഏകദേശം ഞാൻ ഊഹിക്കുകയാണ്. ഇതിലേ നടക്കാതെ ഇതിപ്പോൾ റോഡ് രണ്ടായി പിരിഞ്ഞല്ലോ. അപ്പുറം അതിലേ നടന്നിട്ടുണ്ടെങ്കിൽ വരുന്ന വണ്ടിക്ക് കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നായിരിക്കണം. കാരണം ഇനി അങ്ങോട്ടേക്ക് മല ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ അവിടെ മലയുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് കയറ്റമാണ്. വെറുതെ നടന്ന് ക്ഷീണിക്കണ്ട എന്നാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും കൊള്ളാം. ഓക്കേ, അവർ തിരിച്ചു പോയി. അത് തന്നെ പറഞ്ഞത്, അത് തന്നെ ഉദ്ദേശിച്ചത്. ഞാൻ പിന്നെ എന്താണെന്നറിയാം ഇപ്പോഴേ വണ്ടിക്ക് കൈ കാണിക്കാത്തത്. നമ്മൾ നാട്ടിലെത്തിയതല്ലേ ഉള്ളൂ, നടന്ന് പരിചയമായിട്ട് ഈ നാടുമായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ റോട്ടിൽ കൂടി ഓടുന്ന ഓരോ വണ്ടികളുടെയൊക്കെ ഇത് കണ്ടെങ്കിൽ എൻ്റെ അമ്മ അങ്ങ് എത്തി. ഇത് നമ്മുടെ MIT അല്ലേ, ഇതിനാണ് നമ്പറൊന്നും ഇല്ല കേട്ടോ. പക്ഷേങ്കിൽ ഓടും, അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇവിടെ വന്നപ്പോഴത്തേക്കും പിന്നെ നമ്മളുടെ ആ ഒരു ബൈക്കോട്ടോ ഇല്ലേ, അതിനകത്ത് കയറുന്ന ആൾക്കാരുടെ എണ്ണം കൂടി. ഇവിടെ ഒരാൾക്കിരിക്കാം, ഇവിടെ 3 പേർക്കിരിക്കാം, വേണമെങ്കിൽ അവിടെ ഒരാൾക്കിരിക്കാം കേട്ടോ. അതുകൊണ്ടെങ്കിൽ 4 പേർക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ വണ്ടി സെറ്റാക്കിയേക്കുന്നത്. നൈസാണല്ലോ. കുറച്ചുകൂടി മുമ്പോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ കുറച്ചധികം വിശ്രമ കേന്ദ്രം, ഒരു ഹോട്ടലൊക്കെ കാണുന്നുണ്ട്. സബാങ്. ഓക്കെ, കോഫി ഡൺ. താങ്ക് യു സബാങ്. ഓക്കെ, കോഫി കുടിക്കുന്നോ എന്നാണ് അവരെന്നോട് ചോദിച്ചത്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അത് കൂടാതെ അത് കുടിക്കുന്നു എന്നാണോ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പുക വലിക്കുന്നതെന്ന് വെച്ചാൽ അതെനിക്ക് മനസ്സിലായി. അതും ഇല്ലെങ്കിൽ മദ്യപിക്കുന്നത് എന്നോട് എന്നോട് ചോദിച്ചു കേട്ടോ. കൊള്ളാം ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നത്. അതായത് അവർ പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് ആ രീതിയിലാണെന്ന് തോന്നുന്നു. കാരണം അവരുടെ ആംഗ്യ വിക്ഷേപങ്ങളൊക്കെ വെച്ചിട്ട് ഊഹിച്ചെടുക്കുന്നതാണ്, അല്ലാതെ ഭാഷ വെച്ചിട്ടല്ല. ഹലോ. ഇവർ ലഗേജ് കൊണ്ടുവരുന്ന ഓക്കെ, ലഗേജ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് കപ്പലിൽ കൊണ്ടുവരുന്ന സാധനം ഇവർ ഇനിയിപ്പോൾ ഇവിടുത്തെ ടൗണിലോട്ടും മറ്റും എത്തിക്കുന്നതാണ് കേട്ടോ. ഇവിടെയുള്ള വീടുകളുടെ മുമ്പിലൊക്കെ ഉണ്ടല്ലോ കപ്പ കൃഷി ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ കപ്പേൻ്റെ ഇലയും കൂടി എടുക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ദുബായ് വന്നപ്പോൾ അവിടെ നിന്ന് ആഗ്നസ് നമുക്ക് അതിൻ്റെ ഒരു തോരൻ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോഴേ വീണ്ടും തിരിച്ച് ഞാൻ നമ്മളുടെ കേരളത്തിൻ്റെ മലയോര മേഖലകളിലോട്ട് വന്ന പോലെ ഉണ്ട്. അതുകൊണ്ടാണ് കവുങ്ങ് കൃഷി, അതുപോലെ തന്നെ തെങ്ങ് കൃഷി, കാപ്പിയൊക്കെ ഉണ്ടാവണം. കാരണം ഇവിടെയുള്ളവർ കാപ്പി കുടിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവണം. പിന്നെ ഒരു വ്യത്യാസമുള്ളത് ഇവിടുത്തെ ഈ ഒരു 4 വരി പാത മാത്രമാണ് കേട്ടോ. എൻ്റെ പൊന്നോ, ആ ചേച്ചി പറഞ്ഞ സത്യമാണ് കേട്ടോ. അങ്ങോട്ടേക്ക് വലിയ കുന്നാ, അതാ മുട്ടം കുന്ന് വരുന്നു. അങ്ങ് ആ മലയുടെ മേലെ എനിക്ക് ടവറൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ദൈവമേ കുടുങ്ങിയോ. നല്ല കുത്തനെയുള്ള റോഡാണ്. അവിടെ ഒരു വണ്ടി വന്ന് കിടക്കുന്നുണ്ടോ. ആ വണ്ടി എന്തിനാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ ഇനി ഒരു ടിപ്പർ ലോറി വരും. എന്നിട്ട് ഈ വണ്ടീനെ വലിച്ച് മേലോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, എന്നെ വലിച്ച് മേലോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏതെങ്കിലും വണ്ടി വരുമായിരുന്നെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ ഒരു അപ്പൂപ്പൻ. ടൗൺ 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 ഹാ ഓക്കെ, എന്തായാലും കയറാം. India, Ibush. Gunung tinggi-tinggi. Indonesia. No. No, Indonesian no. Tourist. English. Saya no English. Saya no English. No English. No English. Okay. എന്നോട് ഇന്തോനേഷ്യൻ ഭാഷ അറിയുമെന്നാണ് ചോദിച്ചത്. Indonesia. ഇന്തോനേഷ്യ. ഹിയർ Achamese. ഇവിടെ Achamese ഭാഷ. ഓക്കെ. എന്തായാലും അപ്പോൾ എനിക്ക് ഇത് തന്നു. പിടിയ സുപ്പുള്ളിരി. അപ്പോൾ എന്നെ പറ്റിച്ചാണ് കേട്ടോ. കാരണം അവിടെ നിന്ന് കയറിയപ്പോൾ എന്നോട് 50, 5, 10 എന്നൊക്കെ കാണിച്ചു. ഓക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി പൈസ ചോദിക്കാനാണെന്നുള്ളത്. അതായത് എന്നോട് പറഞ്ഞതേ അവിടെ വരെ എത്തിയിട്ട് 1 ലക്ഷം പോട്ടെ 50,000 രൂപ തരണമെന്ന്. ഞാനപ്പോൾ അവിടെ തന്നെ വണ്ടി നിർത്താൻ പറഞ്ഞേ. എന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് ഇവിടുന്ന് പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപയാണ് തരാൻ പറഞ്ഞത്. ഞാൻ പിന്നെ എനിക്ക് പൊട്ടനായിട്ട് അഭിനയിച്ചു. എനിക്ക് ഭാഷയൊന്നും അറിയുന്നില്ല, തിരിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 5,000 രൂപ എടുത്ത് കൊടുത്ത്. മൈ ഗോഡ്, പറ്റിപ്പാണല്ലോ. ഇതാ ഈ കാണുന്നതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ കേട്ടോ. മിലിറ്റർ. നടന്ന് ഞാൻ ഒരു ഷോപ്പിൻ്റെ ഇങ്ങോട്ടേക്ക് എത്തി. ഇവിടെ അന്നേരം ഇപ്പം കുടിക്കുന്ന എന്തോ ഒരു സാധനം അവിടെ. ഹലോ,
വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യ ഇന്ത്യ. ഞാൻ അടുക്കളയിൽ കയറി തൊട്ട് കാണിച്ചു കൊടുത്തു കോഫിയാണ് വേണ്ടതെന്ന് കേട്ടോ. അപ്പം അതാക്കി തരുന്നുണ്ട്. യൂട്യൂബർ, യൂട്യൂബ്. ഓ എന്തായാലും എല്ലാവരും കൂടി എനിക്ക് കുടിക്കാനുള്ള വെള്ളം സെറ്റാക്കി. ഇനി ഇരിക്കട്ടെ, റെസ്റ്റ്. India, ini Pakistan. Itu nama Pakistan. Ini Aceh. അച്ഛേ Ini India. എന്താണോ പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ. ഹലോ, ഹായ്. വാട്ട്സ് യുവർ നെയിം? നമ നമ Nama Nada. നാദിയ. ആ ഓക്കെ. ഉലക്കറിങ് അങ്ങനെയാണ് കേട്ടോ ഇവിടെ കോഫിക്ക്, കറുത്ത കോഫിക്ക് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഞാൻ എൻ്റെ ചാനലൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. വീഡിയോ അല്ല, ഇതിന് വേണ്ടിയിട്ടാണ് വന്നതെന്നൊക്കെ ഏകദേശം പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ നമുക്കറിയാവുന്ന ഒരേ ഒരു വാക്കായിട്ടുള്ള ത്രിമാങ്കനാസി ഉണ്ടല്ലോ, അതും പറഞ്ഞു. അപ്പോൾ എൻ്റെ അവനഴിയിലെ അമ്പ് തീർന്നു കേട്ടോ. ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും ഞാൻ നടക്കാൻ വിചാരിച്ചത്. ഇങ്ങനെ ഒരു ചായക്കടയിൽ വരിക, ഇവരോട് വർത്താനൊക്കെ പറയുക, എന്നിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ അവരോട് പറയാം. ഞാനിപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് അവരെ കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയേ. നമ്മുടെ മൂന്നാറും നമ്മളുടെ ആലപ്പിയും ഒക്കെയാണ്. പിന്നെ തെയ്യത്തിൻ്റെ ഫോട്ടോയൊക്കെയാണ് ഞാൻ എടുത്ത് കാണിച്ചത്. അപ്പോൾ എന്തായാലും അത്ഭുതപ്പെടാതിരിക്കുമല്ലോ. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ കണ്ട ഷോപ്പുകളിലൊക്കെ അധികം നല്ല 100% പെണ്ണുങ്ങളാണ്. ആണുങ്ങൾ എവിടെ നിങ്ങൾക്ക് കാണാനില്ലല്ലോ. അതാണ് ഈ ഒരു ഇന്തോനേഷ്യയുടെ. ഹലോ, ഒരാൾ എത്തി നോക്കുന്നുണ്ട്. ഇന്തോനേഷ്യയുടെ പ്രത്യേകത കേട്ടോ. Aryani, ആ Rohana, ഓക്കെ Rohani, ഓക്കെ. Beda. ആ Suryani. ഓക്കെ, ഓരോരുത്തരുടെ പേര് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്താണ് കേട്ടോ. ഓക്കെ, Thank you. താങ്ക് യു. ഓക്കെ, ബൈ. വലിയൊരു യാത്ര വരച്ചിൽ. എന്തായാലും ബാ, നമുക്ക് ഇവിടുത്തെ ഇത് കഴിഞ്ഞു. ഒരു ചായക്കടയിലാണ് ഒരു നാടിൻ്റെ ഹൃദയം ഇരിക്കുന്നത്. സത്യമാണ് കേട്ടോ. ഇവിടെ ഇവർ കഴിക്കാനായിട്ട് ചോറൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ മിഹുൻ. ആ ഓക്കെ. ഇതാ കറിയുണ്ട്, ചിക്കൻ്റെ കറിയാന്ന് തോന്നുന്നത്. സാമ്പാർ പോലത്തെ എന്തൊരു സാധനമൊക്കെ കാണുന്നുണ്ട്. നിമ. ഓക്കെ ഓക്കെ. അപ്പം വായോ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ ഒരു ചായക്കടയിൽ, ചേച്ചിമാർ നടത്തുന്ന ചായക്കടയിലൊരു കാഴ്ച? രസമായി. ഇനിയും ഇതുപോലുള്ള രസങ്ങൾ തപ്പി നമുക്ക് ഉള്ള ഏരിയയിലേക്ക് നടക്കാം കേട്ടോ. ഇതാണ് നടത്തത്തിൻ്റെ ഓരോ ഗുണങ്ങൾ. ഇവിടെ വന്നപ്പോൾ ചേച്ചിമാരെന്നെ വിളിച്ചതാണ്. ഹോട്ടൽ. ഞാൻ ഈ സാധനം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാണ് വന്നത്, എന്തൊക്കെയാണെന്ന് അത് കാണിച്ചു കൊടുത്തു. ഗുഡ് സബാങ്, ഗുഡ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, യുവർ ഹോം. ഓക്കെ, അവരുടെ വീടാണ് ഇവിടെ. എന്തായാലും ഇവരെന്തോ കുശലം പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പം ഞാൻ നടന്നു പോകുന്ന കണ്ടിട്ട് എന്നെ വിളിച്ചതാണ്. ഓക്കെ, സോനംകട്ട അന്ന. യുവർ എലിസ റേസ. ഓക്കെ ഓക്കെ. ത്രിമംഗനാസെ. ഓക്കെ, ടാറ്റാ. ഹാത്തി എന്ന് എന്നോട് പറഞ്ഞു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ച് പോകണം എന്നാട്ടോ. ഇവിടെ ഹാത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാണ് അർത്ഥം. എന്തായാലും വീണ്ടും ഈ സീമക്കൊന്നയല്ലാത്ത മറ്റൊരു അപരൻ അതിരിട്ട വഴികളിലൂടെ മുമ്പോട്ടേക്ക്. ശരിക്കുണ്ടല്ലോ, കേരളത്തിൽ അറബിക്കടലിൻ്റെ തീരത്ത് ഞാനിതാ കപ്പലിറങ്ങിയിട്ട് നേരെ ഇടുക്കിക്കൊക്കെ നടന്ന ഒരു ഫീലാണ് കേട്ടോ. അത് ഒരു 6 കിലോമീറ്ററൊക്കെ നടന്നപ്പോഴത്തേക്കും ഇടുക്കി എത്തിയ പോലെയാണ് ശരിക്കും ഈ ഒരു നാടുള്ളത്. ചായക്കടകൾ, എല്ലാവരും നമ്മളെ നോക്കി വിഷൊക്കെ ചെയ്യുന്നുണ്ട്, ചിരിക്കുന്നുണ്ട് ആളുകൾ. അത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഭാഗം നൈസ് ഉണ്ടല്ലേ. ശരിക്കും മതിലുകളില്ലെങ്കിലാണ് ബ്യൂട്ടിഫുള്ള്. അവിടെ മതിലുണ്ട്, ഇവിടെ മതിലില്ല. പിള്ളേരെല്ലാം ഓടി നമ്മൾ ആരാണെന്ന് നോക്കാൻ വേണ്ടി വന്നിട്ട് എന്തായാലും ഫ്രണ്ട്ലിയാണ് കേട്ടോ. ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ശരിക്കും അവരെ സംബന്ധിച്ച് ഈ നമ്മുടെ നാട്ടിലൊക്കെ വിദേശത്തു നിന്ന് ഒരാൾ നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ നാട്ടിൽ മീൻസ് നമ്മുടെ കൊച്ചി അങ്ങനെയുള്ള ടൗൺ ഏരിയ അല്ല ഞാൻ പറയുന്നത്. ശരിക്കും ഉള്ളേരിയ, ഉൾഭാഗങ്ങൾ, പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളൊന്നും വരാത്തൊരു മേഖലയിൽ വിദേശത്ത് നിന്ന് കറക്റ്റ് സ്കിന്നും രൂപം ഒക്കെ കാണുമ്പോൾ വേറൊരാളെ പോലെ തോന്നുന്ന ഒരാൾ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കൗതുകം ഉണ്ടാവില്ലേ? അതേ കൗതുകം തന്നെയാണ് ഈ നാട്ടുകാർക്ക് ഇപ്പം ഞാൻ നടക്കുമ്പോഴും തോന്നുന്നത് കേട്ടോ. ഇന്തോനേഷ്യൻ ആർമിയുടെ ഇതുണ്ട്, ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ക്യാമ്പിനടുത്തേക്കാണ് എത്തിയത്. ഇവിടെ ശരിക്കും അത്രയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ പ്രാധാന്യമുള്ളൊരു മേഖലയാണ്. കാരണം ഇൻ്റർനാഷണൽ വാട്ടർ വേ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഷിപ്പ് പോകുന്ന സ്ഥലം അത് ഇതിനോട് ചേർന്ന് തന്നെയാണ്. അന്നേരം ഇവിടെ ശരിക്കും നേവിയും മിലിറ്ററിയും ഒക്കെ വേണം.
ഇവിടെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട്, അത്യാവശ്യം വണ്ടികളുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ. അതുകൂടാതെ ഇതാ പ്ലാവും മാവും തെങ്ങും കവുങ്ങും ഒക്കെയുള്ള നമ്മുടെ കേരളം പോലെ തോന്നിക്കുന്ന ഒരു തൊടിയും. ഇവിടെ ബസ്സില്ലെങ്കിലും ഇതുപോലുള്ള ബസ് സ്റ്റാൻഡുകൾ ബസ് സ്റ്റോപ്പുകൾ ഉണ്ടാക്കിയിട്ടേക്കുന്നത് നമ്മളെപ്പോലെ നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു അപ്പൂപ്പൻ എന്നോട് വർത്തമാനം പറയാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പൂപ്പൻ്റെ വണ്ടിയുണ്ട്, നേരത്തെ പോലെ കൊണ്ടുപോകുന്ന ആളായിരിക്കണം. ത്രിമാങ്കനേസി തിമക്കാസി ഓക്കെ. അല്ല കേട്ടോ, അപ്പൂപ്പൻ ഞാനങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് എന്നോട് വർത്തമാനം പറയാനായിട്ട് വന്നതാണ്. ഇവിടെ നിന്നും ദാ വലത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ദാ ആ കാണുന്നതാണ് ഇവിടുത്തെ എയർപോർട്ട് വരുന്നത്. ഇതുണ്ടോ ഫോർ ദിസ്. ഓക്കെ ഓക്കെ, സന്തോഷമായി. ആ ചേട്ടൻ ഞാൻ നടന്നു പോകുന്ന കണ്ടിട്ട് അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് വെള്ളം വാങ്ങി എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ ആ ഒരു 0 പോയിൻറ്റിൻ്റെ അത് കാണിച്ചു കൊടുത്തു. പറഞ്ഞത് കുറേ ദൂരമുണ്ട് ഇവിടുന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പറ്റുന്ന അത്രയും പോയിട്ട് അങ്ങനെ പോകാനാണ് പ്ലാൻ. ഇപ്പം ജസ്റ്റ് ഒന്ന് ടൗൺ വരെ നടക്കുക എന്ന് പറഞ്ഞു. അപ്പം പുള്ളി തിരിച്ചു പോയേ. അങ്ങനെ അത് സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ സബാങ്ങിലും മഴ പെയ്തു കേട്ടോ, നല്ല കിട്ടിയില്ല മഴ. ഞാൻ ഓടിയത് സ്കൂളാണോ കോളേജാണോ എന്തോ, അതിൻ്റെ ഒരു കവാടത്തിലാണ് ഞാൻ കയറി നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ള മിനാരങ്ങളുള്ള ഒരു മോസ്ക് നമുക്കിവിടെ കാണാം. മഴയ്ക്ക് ചെറിയൊരു ശമനം വന്നിട്ടുണ്ട്. സ്കൂളല്ല കോളേജ്, വലിയ പിള്ളേരൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത മഴ വരുന്നതിന് മുമ്പ് കുറച്ചും കൂടി മുമ്പോട്ടേക്ക് നടക്കാം. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ, ഈ ഒരു കോളേജിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഒരു ശൈലി കണ്ടോ നിങ്ങൾ? നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു ശൈലിയുമായിട്ടൊരു ഒരു സാമ്യത ഇല്ലേ? ഇതിൻ്റെ കവാടം തന്നെ നോക്കുക നിങ്ങൾ. ഓടും മാറ്റി ഈ സൈഡിൽ ഓടാണ്. ഓട് മേഞ്ഞ ടൈപ്പ് കവാടങ്ങളൊക്കെ ആയിട്ട്. നിങ്ങൾ ഇനി ഇവിടുത്തെ KCBയുടെ വണ്ടി കണ്ടിട്ടില്ല എന്ന് പറയണം. പറയരുത് കേട്ടോ. ഇതാ കാണുന്നതാണ്. ഹലോ ഹായ്. ഇന്ത്യ. യെസ്. Nah, English. What's your name? Sudi. Sudi. Yeah. My name Tuti. Oh, same beach. ഈ ഒരു താത്തയുടെ പേര് തൂത്തി എന്നാണ് കേട്ടോ. Indonesia, please. Indonesia. ഇന്തോനേഷ്യ, In ഇന്ത്യ, മലേഷ്യ, Malaysia. ദുബായ്, Dumai. ആച്ചെ, Sabang. സബാങ്. Yes. യെസ്. ബൈ ബൈ. Bye. ഓക്കെ. Sudi. സുധി. അവർ ഭക്ഷണം കഴിക്കാൻ എന്നെ വിളിച്ചു കേട്ടോ. ചോറ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. വിശപ്പില്ല, അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ആരും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് ഞാൻ ഓക്കെ എന്ന് അപ്പം തന്നെ പറഞ്ഞു ചാടിക്കയറി ഇരുന്ന് കളയും. ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ട ശുദ്ധജല വിതരണ കേന്ദ്രം RO വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. നാടാറോ ആറോ. അപ്പോൾ ഇവിടെ വന്ന് പൈസ കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു ആളുകൾ കുടിവെള്ളം കൊണ്ടുപോകുന്നത്. ഉള്ളിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ആരെയും കാണാനൊന്നുമില്ല കേട്ടോ. കൊള്ളാം. ഇവിടെ നമുക്കിപ്പോൾ ഒരു ബോർഡ് കാണാം, കണ്ടോ? ഇതിൽ കിലോമീറ്റർ 0 എന്ന് എഴുതിയിട്ട് 29 കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു സാധനം കണ്ടോ? അതാണ് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന പോയിന്റ്. കോട്ട എന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഒരു ടൗണിൻ്റെ കോട്ട എന്ന് പറയുന്ന ഇവിടുത്തെ ടൗണിൻ്റെ പേരാണ്. ഇനി 4 കിലോമീറ്റർ അങ്ങോട്ടേക്കുണ്ടോ? എങ്ങടെ നമുക്ക് പോവാം? നേരെ പോയാലോ? റോഡ് തിരിഞ്ഞു പോകുന്ന ഈ ജംഗ്ഷനിൽ നിന്നും നമുക്കെന്തായാലും താഴോട്ടേക്ക് ഈ ഒരു നേരെ വഴി തന്നെ പോകാം. ഇവിടെ നിന്നേ നമുക്ക് ഈ ഒരു മലയുടെ താഴെ ഭാഗത്ത് കണ്ടങ്ങള് കടൽ കയറി കിടക്കുന്ന കാഴ്ച കാണാം കേട്ടോ. താഴോട്ടേക്ക് നടക്കുമ്പോഴേ ഈ മരച്ചില്ലകൾക്കിടയിലൂടെയൊക്കെ നമുക്കുണ്ടല്ലോ, നോക്കി നിങ്ങൾ ആ കാഴ്ച. കടല്, അതുപോലെ തന്നെ മല, മേഘം ഒക്കെ ഒരു എന്താ പറയുക, ഒരു സുന്ദരമായ പ്രദേശത്തേക്ക് തന്നെ നമ്മൾ നടന്നെടുക്കുന്നു എന്ന ഒരു തോന്നലുള്ളിൽ. ഒരു നാടേ നടന്നു കാണുക എന്ന് പറയുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. അതും പ്രത്യേകിച്ച് ഇങ്ങനെ ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ള ഒരു നാട്ടിൽ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു വേദന കാലിൽ നിന്ന് വരാനുണ്ട്, അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ കേട്ടോ. അതിന് നല്ല തണുത്ത കാറ്റ് കണ്ടോ. സ്നേഹമുള്ള ആൾക്കാരാ. പോരുന്നോന്ന് ആരും ചോദിക്കുന്നില്ല. ഇവിടെ നിന്നുണ്ടല്ലോ നമ്മളിങ്ങനെ മല ഇറങ്ങി വരുമ്പോൾ രസകരമായ ഒരു കാഴ്ചയുണ്ട്. ആ മുമ്പിൽ പോകുന്ന ഇവിടുത്തെ സുന്ദരിമാരായ ചേച്ചിമാരല്ല, നിങ്ങൾ കടൽ മലയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഹൈറ്റോളം എന്താ പറയുക, നമ്മളുടെ അതേ ലെവലിൽ ഇവിടെ നോക്കുമ്പോൾ തിരിയുന്ന ആ ഒരു കടൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ തുടങ്ങുന്നുണ്ട്. അത് നല്ലൊരു ആവേശമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമുണ്ടല്ലോ ഈ മലനിരകളാണ്. ആ മലനിരകളോട് ചേർന്നിട്ട് കടൽ വരുമ്പോൾ അതിൻ്റെ ഒരു രസം, അതിൻ്റെ ഒരു ഭംഗി അത് വേറെയാണ് കേട്ടോ. ശരിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു കടലിൻ്റെ അങ്ങേ അറ്റത്തെ ആ ഒരു കാണാത്ത ആ ഒരു പോയിന്റില്ല, ആ പോയിന്റ് നമ്മുടെ നേരെ തന്നെ
ഈ മലയോളം ഹൈറ്റുള്ള പോലെ തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. അതുകൂടാതെ അത് അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു കപ്പൽ, അത് LPG ആണത്, LPG സംതിങ് എന്തോ, അതിൻ്റെ ടാങ്ക് കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. എന്നെ കൈവൊക്കെ കാണിച്ച് ആ വണ്ടി നിറയെ ആൾക്കാർ താഴോട്ടേക്ക് ആഘോഷപൂർവ്വം ഇറങ്ങിപ്പോയി. കാറ്റിൻ്റെ തീവ്രത അത്യാവശ്യം ഈ ഒരു കടലിൽ അങ്ങോട്ട് ഓപ്പൺ ആയപ്പോഴത്തേക്കും നല്ല പോലെ വന്നിട്ടുണ്ട്. അവിടെ വേറൊരു മല, അവിടെ മഞ്ഞ്. ഇങ്ങനെയൊരു സ്ഥലമാണ് ഞാനും ആഗ്രഹിച്ചത്. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു ദ്വീപിലൊക്കെ വരണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം എന്തായാലും ഇന്നത്തോടെ പൂർത്തിയാകും. മലയടിവാരത്തുള്ള ആ ഒരു ടൗൺ ഏരിയ ശരിക്കും നമുക്കിപ്പം വ്യക്തമായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഭാഗത്തുണ്ടല്ലോ, അത് ലേക്കാണ്, കടൽ കയറി കിടക്കുന്നതല്ല കേട്ടോ. കടൽ ആക്ച്വലി നമ്മളുടെ ഈ ഒരു ഭാഗത്താണുള്ളത്. ചുരം കയറി മേലോട്ടേക്ക് വണ്ടികളിങ്ങനെ പാസ് ചെയ്ത് വരുന്നുണ്ട്. അതുകൂടാതെ ഉണ്ടല്ലോ, ഇവിടെ ഞാനൊരു അത്ഭുതകരമായ കാഴ്ച കണ്ടത്, ഈ മലയുടെ ഒക്കെ സൈഡിൽ കൂടി ഇതുപോലെ ഒരു ഗുഹ ഇങ്ങനെ ഉള്ളിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് മേലെ മുതലേ ഞാൻ കാണുന്നതാണ്. ഇനിയേ ഈ ഒരു ജംഗ്ഷനിൽ നിന്നും താഴോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബാങ്ങിൻ്റെ പോർട്ടൊക്കെയുള്ള മെയിൻ ടൗൺ ഏരിയയും, ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ 0 പോയിൻറ്റുമാണുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് കാശ്മീരിലോട്ടൊക്കെ ആൾക്കാർ നടന്നു പോകുന്നു. അപ്പോൾ ഇവിടുന്ന് 0 പോയിൻറ്റിലേക്ക് എനിക്ക് നടന്നാൽ എന്താ കുഴപ്പം എന്നുള്ളത് മനസ്സിനെ പറഞ്ഞങ്ങോട്ട് വിശ്വസിപ്പിച്ചിട്ട് ഞാൻ ഈ റൂട്ടിൽ നടക്കുകയാണ്. 25 കിലോമീറ്റർ ഇവിടെ നിന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ സ്കൂളുകളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള, നല്ല പെയിൻ്റ് അടിച്ച്, അതുകൂടാതെ പൂക്കളൊക്കെ നട്ട് ശരിക്കും പഠിക്കാൻ തന്നെ നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു സ്കൂള്. ഇവിടെയുള്ള എല്ലാ സ്കൂളും ഞാൻ വരുമ്പോൾ കാണിച്ചു തന്നായിരുന്നു. എല്ലാ സ്കൂളും ആ ഒരു രീതിയിൽ തന്നെയാണ്. ആ മരത്തിന് വരെ അവർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് മാവും അതുപോലെ തന്നെ നമ്മുടെ ഞാവൽപ്പഴമാണ് കേട്ടോ. ഈ ദ്വീപിലെ തിരക്കൊക്കെ കുറഞ്ഞ യഥാർത്ഥമായ ഉൾഭാഗങ്ങളിലേക്ക് നമ്മളെത്തി. ശരിക്കും നമ്മളുടെ ഒരു മലയോര മേഖലയിലുള്ള ഒരു ടൗണിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്ഥലത്ത് വന്ന പോലെ തന്നെ ഉണ്ട്. ഇവിടുത്തെ കൃഷികൾ തന്നെ ആ രീതിയിലായിട്ടുണ്ട്. നമ്മളുടെ കവുങ്ങ്, മാവ്, ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ആ ഒരു ചെറിയൊരു തിളക്കം നിങ്ങൾ കാണുന്നില്ലേ, അത് ഞാൻ മേലെ നിന്ന് നിങ്ങൾ കാണിച്ചു തന്ന ആ ഒരു ലേക്കാണ് കേട്ടോ. ഇവിടെ നിങ്ങളെ ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഇവിടെ LPG ഗ്യാസ് ഇതുപോലെ ചെറിയ 5 ലിറ്ററിൻ്റെ ആ ഒരു സാധനമാണ്. അത് കൊടുക്കുന്ന, അത് റീഫില്ല് ചെയ്യുന്ന ഒരു ഷോപ്പ്. അതിതാണ് 27,000 രൂപ തബുങ് എന്നാണ് അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത്. ചിലപ്പോൾ ഒരു പുതിയ കുറ്റിക്ക് അല്ലെങ്കിൽ അത് റീഫില്ല് ചെയ്യാനുള്ള റേറ്റ് ആയിരിക്കും. ഇവിടെയെല്ലാം നമുക്ക് ഇവരുടെ വീടുകളൊക്കെ കാണാം കേട്ടോ. മതിലായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും ഇങ്ങനത്തുള്ള ചെടികളൊക്കെയാണ് മതിലായി പണിതേക്കുന്നത്. വീട്ടുമുറ്റത്ത് പേരക്കയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതും റൗണ്ടല്ല, നീണ്ട പേരക്ക. ഇതൊക്കെ ഏതാണോ പേരക്ക ദൈവമേ? കൊതിയുണ്ട്, പക്ഷെ പറിക്കുന്നില്ല. നമ്മൾ വേറെ രാജ്യത്താണല്ലോ. ഇവിടെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തിൽ കെട്ടിയിട്ട് തല്ലുവാണോ അതോ മുരിക്കിൻ്റെ മേലെ നിന്ന് താഴത്തേക്ക് വിടുവാണോ, എന്താണ് ആചാരം എന്നുള്ളത് നമുക്കറിയാൻ പാടില്ലല്ലോ. കൂടാതെ ഈ സൈഡ് വഴിയൊക്കെ വെച്ചേക്കുന്നത് നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. അതിങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അത് കോഴിക്കൂടാണെന്ന് തോന്നുന്നു ആ ഒരു വീടിൻ്റെ. അതുപോലെ തന്നെ ഇതും ഒരു കോഴിക്കൂടാണ്. ഇവരുടെ പഴയ വീട് ആ ഒരു ശൈലിയിൽ തന്നെ ആ ഒരു മരത്തിൻ്റെ വീട് ഇവിടെ വെച്ചിട്ടുണ്ട്. ദൈവമേ, ആ അപ്പൂപ്പൻ്റെ തന്നെ വീടായിരുന്നു. അതിനൊരു അപ്പൂപ്പൻ കൈ വീശിക്കാട്ടി പോയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഓക്കെ. എന്തായാലും ഞാൻ അപ്പൂപ്പൻ്റെ അടുത്തിട്ട് വീട്ടിലോട്ട് ചെല്ലട്ടെ. ഹോം, യുവർ ഹോം? നോ, അത് അറിഞ്ഞൂടാ കേട്ടോ. ഓക്കെ. ഇന്ത്യ ടു സി സബാങ്. That is house? Home? That? No home. ഓക്കെ. ഇപ്പോൾ വീടല്ല, തൊഴുത്ത് പോലെ എന്തോ ഒരു സെറ്റപ്പാണ്. ഓക്കെ, നൈസ്, ബ്യൂട്ടിഫുൾ. വന്ന സ്ഥിതിക്ക് അപ്പൂപ്പൻ്റെ വീടിൻ്റെ കൃഷിയിടം നമുക്ക് കാണാം. ഇതെന്താ, ഇത് അമ്പഴങ്ങയാണോ? അമ്പഴങ്ങയുടെ ഇല ഇങ്ങനെയാണോ? എന്തോ ഒരു അത് ഇവർ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ തെങ്ങ്, അതുപോലെ തന്നെ കവുങ്ങ് ഒക്കെ തന്നെയാണ് മെയിനായിട്ടുള്ളത്. നൈസ്. ഇവരുടെ വീട് കണ്ടില്ലേ നിങ്ങൾ? ഇവരുടെ വീട് കണ്ടോ നിങ്ങൾ? മരത്തിൻ്റെ വീടാണ്, തൂണിന് മുകളിലാണ് നിൽക്കുന്നത്. കൊള്ളാം കേട്ടോ. അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു പറമ്പും ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പശുവിനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെയും ഇതേ സാധനം തന്നെ കവറിലാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. എന്തിനാണോ എന്തോ. അപ്പോൾ അപ്പൂപ്പനോട് ബൈ പറഞ്ഞ്, ഭാഷ വലിയൊരു പ്രശ്നമാണ്. വീണ്ടും നമുക്ക് ആ ഒരു ബോർഡ് കണ്ടു. കൊട്ട ടൗൺ വീണ്ടും ഇവിടുന്ന് വലത്തോട്ട് പോയിട്ടുണ്ട്. എത്തും കിലോമീറ്റർ 0 ഇടത്തേക്കാണ്. ഒരു 4 കൂടി ജംഗ്ഷൻ ആയിരിക്കണം അത് കേട്ടോ. എന്തായാലും റോഡ് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുമ്പം നമ്മളും നീണ്ട് നിവർന്നങ്ങനെ നടക്കുക എന്നുള്ളതാണ്. അങ്ങ് മേലെയായിട്ട് വീണ്ടും മലകയറ്റമാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇവിടെ നിന്നൊരു വിളി വന്നത്. നോക്കുമ്പോൾ ഇത് ഇവരുടെ വീടാണ്. വീടിൻ്റെ ഫ്രണ്ടിലുള്ള ദിസ് ഈസ് ഹാങ് ഔട്ട് പോയിൻറ്റ്. ഇവിടെ 2 പേര് ഇരിപ്പുണ്ടായിരുന്നു. ഹായ്,
അപ്പോൾ അവരെന്നെ വിളിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ ഇതൊരു മാവാണ്. മാവിൻ്റെ ചോട്ടിൽ ഇങ്ങനെ തട്ടടിച്ചിട്ട് അവിടെയാണ് ഇവർ രാവിലെ സമയത്തൊക്കെ ഇങ്ങനെ എന്താ പറയുക കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ചില്ലിങ്. ഓക്കെ, ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ റൈറ്റ്. 500 മീറ്റർ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഐലൻഡ് ഉണ്ട്. അതുകൂടാതെ ആ ഒരു ബീച്ചിൻ്റെയൊക്കെ നല്ല വ്യൂ കൂടി കിട്ടുമെന്നാണ് കേട്ടോ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. അതേസമയം അവർക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അന്നേരം പറഞ്ഞു എന്തിനാണ് എൻ്റെ ലക്ഷ്യം. ഐ വാണ്ട് ടു എക്സ്പീരിയൻസ് ദ വില്ലേജ് ലൈഫ് ഓഫ് സബാങ്. Sabang Island and Pulowe Island. Pulowe. Okay. Pulowe is nearby. This island called town Sabang Town Sabang. Okay. And he called whole island Pulowe. Okay. Sabang. Pulowe Sabang. അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത്. ഓക്കെ. സബാങ് ടൗൺ ഈസ് ദാറ്റ് ഈസ്. ആ ടൗൺ ആണ് മെയിനായിട്ട് സബാങ് എന്നറിയപ്പെടുന്നത്. ത്രിമംഗനാസി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബൈ സി യു. നമുക്ക് ഇവിടെ നിന്ന് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഇവരോട് വർത്താനമൊക്കെ പറഞ്ഞ് ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് അതൊക്കെ ചാർജിന് കൊടുത്തിട്ട് ടാറ്റാ. അപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് വീണ്ടും നമ്മൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചാർജിങ് ഒക്കെ നടത്തേണ്ടത്. ഓക്കെ, ഇത് ഇവിടുത്തെ ചെറിയൊരു ടൗൺ ഏരിയ ആണ്. അവിടെ പെട്രോളൊക്കെ വെക്കുന്നത് കണ്ടോ. എന്തായാലും ഇവിടെ നിന്ന് ഇനിയിപ്പോൾ വീണ്ടും മുമ്പോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന കാഴ്ചകളുടെ കുറച്ച് വിവരങ്ങളൊക്കെ ആ ഇംഗ്ലീഷ് അറിയുന്ന ചേട്ടനില്ലേ രാജൻ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല. എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഈ ഒരു ഐലൻഡ് വന്നപ്പോൾ ഇവിടുത്തെ മണ്ണ് നിങ്ങൾ കണ്ടോ. മണ്ണിൻ്റെ കളറ് കറുപ്പ് കളറ് മണ്ണാണ് കേട്ടോ ഈ ഒരു ഭാഗത്തുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അഗ്നിപർവ്വതം കൊണ്ട് ഉണ്ടായ ദ്വീപാണ്. ഇതുണ്ട് ഈ ഒരു കല്ലൊക്കെ കണ്ടങ്ങൾ അതുപോലെ ലാവ ഒലിച്ച് ഉണ്ടായേക്കുന്നതാണ് കേട്ടോ. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയ ചെറിയ കല്ലുകളൊക്കെ കണ്ടങ്ങൾ. ഇവിടെയുള്ള പാറകളൊക്കെ ആ ഒരു തരത്തിലാണ്. ഈ പാറകളും മണ്ണും. അപ്പോൾ നമ്മൾ ജോഗ്രഫി കൂടി പഠിക്കണം. ഓക്കെ, ആ മല കയറി ശരിക്കും വലത്തോട്ട് നോക്കുമ്പോൾ നമ്മളെ അമ്പരിപ്പിക്കുന്ന കാഴ്ചയാണ് താഴെ കാണാനുള്ളത്. കണ്ടോ നിങ്ങൾ, അവിടെ ഒരു ഐലൻഡ്, നമ്മളുടെ ഇന്ത്യൻ മഹാസമുദ്രം ഇങ്ങോട്ടേക്ക് കയറി കിടക്കുന്നു. അതുകൂടാതെ അതിൻ്റെ ആ ഒരു ഭാഗത്തെല്ലാം ഐലൻഡ്സ് ഉണ്ട് കേട്ടോ. കൊള്ളാം. പിന്നെ ആ ഒരു ഭാഗത്ത് അതെന്താ ബീച്ചാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കപ്പലൊക്കെ കിടപ്പുണ്ട്. കപ്പലല്ല, ചെറിയ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. എന്തായാലും നൈസ്. ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു ലാസ്റ്റ് പോയിന്റ് കിടക്കുന്നത് ഈ കടലിങ്ങനെ ഉള്ളിലോട്ട് കയറി ഇങ്ങനെ ഉള്ളിൽ കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങ് അവിടെ ഒരു മല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് തന്നെ. ഇതല്ല, അതിൻ്റെ തൊട്ടപ്പുറയുള്ള ഒരു വലിയ കളറൊന്നും ഇല്ലാതെ മേഘം കയറി കിടക്കുന്നത്. അതിൻ്റെ അങ്ങേ അറ്റത്തെ പോയിൻ്റാണ് ലാസ്റ്റ് പോയിൻ്റ്. ശരിക്കും അങ്ങോട്ടേക്കൊണ്ടല്ലോ നമ്മൾ കറങ്ങി വേണം പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ദൂരം. അല്ലാണ്ട് നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് നീന്തുവാണെങ്കിൽ കുറേ കൂടി എളുപ്പത്തിലെത്തും. ഇവിടെ ഒരു സെൽഫി, അതുപോലെ തന്നെ കോഫിക്ക് ഇവർ കോപ്പി എന്നാണ് കേട്ടോ പറയുന്നത്. കോപ്പി പോയിൻ്റ് ഉണ്ട്. പക്ഷേ കട അടച്ചിട്ടാണുള്ളത്. പക്ഷേ എങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ. ഇത് ഇവരുടെ ഒരു ഗാർഡൻ പോലെ അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ശരിക്കും ഇവിടെ ഇരുന്ന് കോഫി കുടിക്കാൻ ഭയങ്കര രസമായിരിക്കും. നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ട്, ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ പറഞ്ഞതിൻ്റെ ഏകദേശം ഒരു രൂപം നമുക്ക് കിട്ടും. കണ്ടില്ല നിങ്ങൾ, കടലിങ്ങനെ ഉള്ളിലോട്ട് കയറി കിടക്കുന്നതും ഇതിങ്ങനെ ആ ഒരു മലനിര അങ്ങനെ പോകുന്നതും അതിലേ കറങ്ങി വേണം നമുക്കിനി പോകേണ്ടതും ഒക്കെ. അത്യാവശ്യം ഉണ്ടല്ലോ ഇന്നിപ്പോൾ ഒരു ഡാർക്ക് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കടലിനെ എനിക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ ഒരു നീല ബ്ലൂയിഷ്, നമ്മളുടെ ലക്ഷദ്വീപിൽ ശ്രീലങ്കയിലൊക്കെ കണ്ട രീതിയിൽ ബ്ലൂയിഷ് ആയിട്ടുള്ള കടലാണ് കാണുന്നത് കേട്ടോ. കുറച്ചും കൂടി ലൈറ്റ് വന്നാൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. എന്തായാലും വരുമായിരിക്കും. അങ്ങ് ആ ഒരു ഭാഗത്തായിട്ട് ബോട്ടുകളെല്ലാം വന്ന് അടുക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ചെറിയൊരു ബീച്ച് ഏരിയ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ആളുകൾ ആ ഒരു ബീച്ചിന് സൈഡിലൊക്കെ ചായക്കടയിലൊക്കെ ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. ബീച്ച് വന്നിട്ട് നൈസ് ചെറുതാണ്, വലിയ തീരെയൊന്നുമില്ല കേട്ടോ. കണ്ടില്ല നിങ്ങൾ. പക്ഷേ ബീച്ചിനോട് ചേർന്നിട്ട് ഇച്ചിരി ചെളിയാണ്. പക്ഷേ ഇങ്ങനെ അപ്പുറത്തോട്ട് മാറുമ്പോഴത്തേക്കും നീല ഇങ്ങനെ പതുക്കെ മാറുന്നുണ്ട്. അത് ഒറ്റത്തരം നീലയല്ല, നീല കറുപ്പ് ആ ഒരു രീതിയിലാണ് കേട്ടോ. ഉയരം കൂടിയും കുറഞ്ഞും നിൽക്കുന്നതുകൊണ്ടായിരിക്കും കടലിൻ്റെ അടിഭാഗം. വഴി ഇങ്ങനെ ആ ഒരു മലയുടെ അതിലേ കറങ്ങി തിരിഞ്ഞു പോവുകയാണ്. ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും വീണ്ടും ഒരു വ്യൂ പോയിൻറ്റും അതിനോട് ചേർന്നൊരു ഹോട്ടലൊക്കെ വന്നു. പക്ഷേ ഹോട്ടലിൽ ആരുമില്ല. എന്തായാലും നന്നായി, അതുകൊണ്ട് സാധനം നമ്മൾ കണ്ടല്ലോ. ഇവിടെ നിൽക്കുമ്പോൾ വീണ്ടും ആ ഒരു മല ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള വ്യൂ ഏരിയ ആണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് എന്താ കാണാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നമ്മളിങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോൾ കണ്ട ആ ഒരു പോർട്ടൊക്കെ ഇല്ലേ, പോർട്ട്, ആ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും വ്യക്തമായിട്ട് കാണാം കേട്ടോ. അങ്ങ് ദൂരെ നിന്ന് ഇന്തോനേഷ്യയുടെ മെയിൻ ലാൻഡിൽ നിന്ന് ഏതോ ഒരു കപ്പൽ ഇങ്ങോട്ടേക്ക് വരുന്ന കാഴ്ചയും നമുക്ക് ഇവിടുന്ന് കാണാം.
നടക്കുന്നതല്ല, എന്നാലും ഇപ്പോൾ ചെറിയ രീതിയിൽ വിശന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ നൂഡിൽസ് ഐറ്റംസിൻ്റെ ഒരു നല്ല രസമുള്ളൊരു കടയേ. മൈസുരി, ഇൻഡോമിസുരി, സെറിമിസുരി, തെലൂർ, മൈക്രോ, എന്തൊക്കെയോ സാധനങ്ങൾ. എന്തായാലും നൂഡിൽസ് ഐറ്റംസ് ആണ്. നമുക്ക് നോക്കാമല്ലോ എന്താ ഉള്ളതെന്ന്. ഹലോ ഹായ്. നൂഡിൽസ് ഇവിടെ നൂഡിൽസ് 2 ടൈപ്പ് ഉള്ളത്. അച്ചമി നൂഡിൽ, ഓക്കെ, ഇതാണ് ഇവിടുത്തെ നൂഡിൽസ് കേട്ടോ. അതല്ലാതെ പാക്കറ്റ് നൂഡിൽസ് ഉണ്ട്, അതിന് ആണ് ഇൻഡമി എന്ന് ഈ ഒരു പേര് പറയുന്നത്. പിന്നെ മുട്ടയ്ക്ക് ഇവർ പറയുന്നത് എഗ്, വാട്ട് ഇറ്റ്സ് കോൾഡ് ഇറ്റ്സ് നെയിം? അച്ഛൻ തെലൂർ, ഓക്കെ, തെലൂർ എന്നാണ് കേട്ടോ. എന്താ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, വലിയ പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഓക്കെ, നൈസ്. ഐ ആം ഫ്രം ഇന്ത്യ. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ചില്ലിയാണ് കേട്ടോ, അച്ഛേ സ്പെഷ്യലാണ്. അപ്പോൾ ഇത് എന്നോട് വേണമെന്ന് ചോദിച്ചു, ഞാൻ ചില്ലി വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും നല്ലൊരു കളർ നമുക്ക് കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചാൽ പിന്നെ തക്കാളിയും ബാക്കി സാധനങ്ങളും. നൂഡിൽസ് എല്ലായിടത്തും ഒരേപോലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇവരുടെ ചെറിയ മസാലകളൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യും എന്ന് മാത്രം. പിന്നെ ഇവിടെ ഈ ഒരു പാത്രത്തിൽ നമ്മളുടെ കാജ ഞാൻ വന്നപ്പോഴും കാണിച്ചായിരുന്നു. ഇതുകൊണ്ടാ നമ്മളുടെ കാജ ഇവിടെയുണ്ട്, സെയിം സാധനം, സെയിം അതുപോലെ തന്നെ. ഇവിടെ ഇതിൻ്റെ പേരെന്താ പറയുന്നതെന്ന് ചോദിച്ചു നോക്കട്ടെ. ബിജി മാങ്ക, ഓക്കെ. വി ആർ സേ കാജ, യെസ്. ഇവരുണ്ടല്ലോ, ഇതാ ഇങ്ങനെയാണിത് സെർവ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ആ ഒരു പപ്പടം പോലത്തെ സാധനം, അത് ഈ ഒരു ആച്ചയ സൈഡിലുള്ളൊരു മെയിൻ ഐറ്റമാണ്. അതിങ്ങനെ വെക്കും. അങ്ങനെ ഭക്ഷണം ഇവിടെ നിന്ന് കഴിച്ചു, അവരോടൊക്കെ സംസാരിച്ച് ഞാനിതാ വീണ്ടും ഇറങ്ങിയാണ്. നടത്തം തുടരുകയാണ്. 20,000 രൂപ, അതായത് നമ്മുടെ ഒരു 106 രൂപയാണ് കേട്ടോ. ചായ, അതിൻ്റെ കൂടെ ഒരു ചായ ഇല്ലല്ലോ, കൂൾ ഡ്രിങ്ക്സ്, നൂഡിൽസ്, മുട്ട ഒക്കെ കൂടി ആയത്. നല്ല ഭീകരമായൊരു കാറ്റിങ്ങനെ വന്ന് തലോടി പോകുന്നുണ്ട്. വലിയൊരു മഴയ്ക്കുള്ള സാധ്യതയാണെന്ന് തോന്നുന്നു കേട്ടോ. അടുത്ത ഒരു ആൾതാമസ മേഖല, അതുപോലെ തന്നെ ചെറിയൊരു ടൗൺ, ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൻ്റെ മേഖലയിലേക്ക് നമ്മളെത്തി. ഇതാ ഇവിടെ ഉണ്ടല്ലോ അവക്കാഡോസ്. ഈ ഒരു സ്ഥലത്ത് അധികം ഉണ്ടാകുന്നൊരു സാധനമാണ്. അന്നേരം ഇപ്പോൾ അത്യാവശ്യം നല്ല നീളമുള്ള വലിയ അവക്കാഡോ ഇത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങ് ദൂരെ നിന്ന് നല്ല രീതിക്ക് മഴക്കോൾ ഇങ്ങനെ അടിച്ച് വരുന്നുണ്ട്. ഈ റോഡിൻ്റെ വശങ്ങളിലുള്ളതുണ്ടല്ലോ, നമ്മുടെ ചെമ്പകപ്പൂവിന് താഴെയായിട്ട് ഇവരുടെ സെമിത്തേരിയാണ് കേട്ടോ, ശവപ്പറമ്പ്. മറ്റൊരു ജംഗ്ഷനിലേക്ക് കൂടി ഞാൻ വന്നെത്തി. നോക്കുമ്പോഴത്തേക്ക് അങ്ങ് മേലെ മലയുടെ മേലെയൊക്കെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് നേരം മഴ കൊള്ളാതെ ഇവിടെ കയറി നിന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഹുജാനാണ് കേട്ടോ, ഹുജാൻ. മഴയ്ക്ക് ഇവിടെ ഹുജാൻ എന്നാണ് പറയുന്നത്. നല്ല കാറ്റും. അയ്യോ മോനെ, താങ്ക് യു. ഓക്കെ, അപ്പം കാറ്റിന് ചെറിയൊരു ശമനമൊന്നും ഇല്ല, പക്ഷെ മഴ ചെറുതായിട്ട് നിന്നു. ഇനി അധികം ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങുകയാണ്. എനിക്ക് ആ ചേട്ടനുണ്ടല്ലോ ഒരു കുപ്പി വെള്ളമൊക്കെ തന്നു കേട്ടോ. സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മളങ്ങനെ കുറച്ച് നേരം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇട്ട് വർത്താനമൊക്കെ പറഞ്ഞു വീഴില്ല, വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് വരുന്നത്. ഞാൻ കേരളത്തെ പറ്റി എല്ലാവരും ആരെ കണ്ടാലും അങ്ങോട്ട് പൊക്കി അടിക്കുന്നുണ്ട്. ഗൂഗിളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഗൂഗിളിൽ എന്തായാലും കേരളം എന്ന് അടിച്ചാൽ വരുന്ന ഫോട്ടോയും പ്രിന്റിലും ഫോട്ടോയാണ്. ഓൾറെഡി നമ്മളുടെ നാട് അടിപൊളിയാണ്, അത് വേറെ കാര്യം. അപ്പോൾ അതൊക്കെ എടുത്ത് കാണിച്ച് അവരുടെ എല്ലാവരുടെയും കണ്ണൊക്കെ തള്ളിക്കുന്നുണ്ട്. ഒരു സൈഡിൽ കാട് നിറഞ്ഞ മലയും പിന്നെ ഒരു പ്ലെയിൻ ഏരിയയും പിന്നെ താഴെ ബീച്ചുമുള്ള ഈ ഒരു സ്ഥലത്തെ കൂടി വീണ്ടും നീണ്ട റോഡാണ്, നടക്കുകയാണ്. അപ്പം നമുക്ക് വഴിയരികിൽ ലിച്ചിയൊക്കെ നല്ല രീതിയിൽ കായ്ച്ച് നിൽക്കുന്ന കാഴ്ചകളും, അതുകൂടാതെ നമ്മളുടെ ചാമ്പക്കയൊക്കെ കാഴ്ച നിൽക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറിക്കണമെന്ന് ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിലും ഇത് വേറെ രാജ്യമായതുകൊണ്ട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യമായതുകൊണ്ടും തൊടുന്നില്ല കേട്ടോ. വീണ്ടും കാറ്റൊക്കെ വന്നു തുടങ്ങി, ചെറിയ രീതിയിൽ മഴത്തുള്ളികളൊക്കെ പെയ്തു തുടങ്ങി കേട്ടോ. എന്തായാലും ഈ നാട്ടിൽ വീണ്ടും മഴക്കാലം തുടങ്ങാൻ പോകുകയാണ് എന്ന് തോന്നുന്നേ. നടന്ന് ഇവിടെ ഒരു ഗ്രാമത്തിൽ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ മഴ അത്യാവശ്യം പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് വെയിലും ഇതൊക്കെയാണ് വരുന്നത്. അത്യാവശ്യത്തിലധികം ഞാൻ ക്ഷീണിച്ചു. അന്നേരം ഇപ്പം ഇവിടെ ഒരു ഹോം സ്റ്റേ ഞാൻ കണ്ടേ. ഇവരോട് സംസാരിച്ചു. ആദ്യത്തെ ദിവസമല്ല ഇങ്ങനെ നടക്കുന്നത്, അതും അത്യാവശ്യം നല്ല ദൂരം നടന്നു. ഇതുണ്ടല്ലോ ശരിക്കും ഇവരുടെ ഒരു ഹോം സ്റ്റേ ആണ്. അപ്പം ഇവരുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഹലോ. അപ്പം ഇതാ വീടിൻ്റെ ഒരു റൂം, ഇവിടെയാണ് റൂമുള്ളത്. വീടിൻ്റെ ഒരു റൂം അവർ ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുന്നതാണ്. വൈഫൈ, അതുപോലെ AC, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ നല്ല ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്നോട് പറയണമെന്ന് ഒരു താത്ത പറഞ്ഞായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓ, ഹിയർ ഓൾസോ ഇവിടെയും ഉണ്ട് കേട്ടോ റൂമേ.
അപ്പോൾ ഞാൻ കാണിച്ച ആ ഒരു ബോർഡില്ല, ആ ഒരു ബോർഡിലുള്ള നമ്പറിൽ വിളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് ഈ ഒരു ഗ്രാമത്തിലൊക്കെ നിങ്ങൾക്ക് താമസിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് താമസിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? ഓക്കെ, നൈസ്, യെസ്, ക്ലീൻ. ആ ഇനിയുണ്ട് കേട്ടോ, എന്നാൽ അതുകൂടി കാണിച്ചേക്കാം. എനിക്ക് അതായത് ഒരാളല്ലേ ഉള്ളൂ. ഓ ഇവിടെ എത്ര 5 റൂമുണ്ടേ. ഓക്കെ, ഹിയർ ഓൾസോ. ഓക്കെ, നൈസ്. ആ നല്ല ബെഡ് കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. എന്തായാലും കൊള്ളാം. എനിക്കിപ്പം 1 ലക്ഷം രൂപയ്ക്കാണ് ഇവർ തന്നത്. ഓക്കെ, ക്ലീൻ, നൈസ്. ഓക്കെ, അതാണ് പേര്. ഓക്കെ, നൈസ്. ഞാൻ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ മുമ്പിലുള്ള ഈ ഒരു കസാരയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. മഴ കാര്യമായിട്ട് പെയ്തിട്ടില്ലെങ്കിലും അതിങ്ങനെ മൂടിക്കെട്ടി വരുന്ന കാണുമ്പോൾ ഒരു ഭീകരതയാണ്. ടെൻ്റ് അടിക്കാതിരിക്കാനുണ്ടല്ലോ മഴ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെൻറ്റ് വാട്ടർ പ്രൂഫ് അല്ല, അത് വാട്ടർ റിപ്പല്ലൻ്റ് ആണ്. അതിന് ഒറ്റ ലെയറേ ഉള്ളൂ, 2 ലെയർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയത്തടിച്ച് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും നനഞ്ഞു പോകും. വലിയ കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് പ്രശ്നമാകും. തൽക്കാലം ഇൻറ്റീരിയറിലൊക്കെ അങ്ങനെ അടിക്കാം, പിന്നെ മഴയില്ലാത്ത സ്ഥലങ്ങളിൽ സൈഡിലൊക്കെ അടിക്കാം. അങ്ങനെയൊക്കെയുള്ളൊരു ഇതിനാണ് അത് കൂടെ നടക്കുന്നത്. പിന്നെ അത് കൂടെ കൊണ്ടുപോകുന്നൊരു ധൈര്യമാണ്. നമ്മൾ പെട്ടുപോയാലും നമുക്ക് ഈ സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത്. ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ നടക്കുന്നത്. നാളെയൊക്കെ ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങനെ അടിക്കുമായിരിക്കും. പക്ഷേങ്കിൽ വേറൊരു കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ താത്ത പറഞ്ഞതാണ്, ഈ സബാങ് ഐലൻഡിൽ നോർമലി ഇവിടെയുള്ളവർ ടെൻ്റ് അടിക്കാൻ വിടാറില്ല പുറത്തുനിന്ന് വരുന്ന ഫോറിനേഴ്സിനെ എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഹോം സ്റ്റേകളുണ്ട്. അപ്പോൾ അവരുടെ ബിസിനസ്സിനെ ബാധിക്കുമല്ലോ. മേ ബി അതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം ഇല്ലേ? യെസ്, അങ്ങനെ ഇതാ നല്ല കിട്ടിയില്ല മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ എന്തിനാണ് സബാങ്ങിലേക്ക് വന്നത് എന്ന് മനസ്സിലായില്ലേ? വരുന്ന എല്ലാ നാട്ടിലും മഴ. അതാണ് നമ്മളുടെ ഒരു ആചാരം. എനിക്കാകെ ഒരേ ഒരു പ്രാർത്ഥന ഉള്ളത്, ദൈവമേ ഈ മഴ ഈ വൈകുന്നേരം കൊണ്ട് പെയ്തങ്ങ് തീരണം. നാളെ ഇന്ന് മഴ പെയ്തേക്കല്ലേ, കാരണം മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പലെടുക്കത്തില്ല. എൻ്റെ പൊന്നെ, ഭയങ്കര കാറ്റും ഭയങ്കരമായിട്ടുള്ള ഒച്ചപ്പാടും. കുറഞ്ഞ പൊളിഞ്ഞു വീഴുമോ? കൊടുങ്കാറ്റാണോ? വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.